ഇതൊരു ആവേശമാണ്, ഇതൊരു കൂട്ടായ്മ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ കാണുന്നതാണ് ഹലോ സുഹൃത്തുക്കളെ, നമ്മളുടെ ഓണം തുടങ്ങുന്നതും അവസാനിക്കുന്നതും എല്ലാം പള്ളിയോടവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. അപ്പം ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പള്ളിയോടം തിരികെ നമ്മൾ പള്ളിയോട പുരയിലേക്ക് കയറ്റി വെക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പം പള്ളിയോടത്തെക്കുറിച്ചും അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ കാഴ്ച. നമുക്ക് നേരെ പള്ളിയോടം കയറ്റുന്ന കാഴ്ചയിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് പള്ളിയോടത്തെക്കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടി നമ്മുടെ ഗോവൻ ചേട്ടനുണ്ട് ഇവിടെ. നമസ്കാരം ഗോവൻ ചേട്ടാ, നമ്മുടെ ഈ പള്ളിയോടവും നമ്മുടെ ചുണ്ടൻവള്ളവും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസമാണ്. നമ്മുടെ ആലപ്പുഴ സൈഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൂടുതലും ഈ ചുണ്ടൻവള്ളങ്ങളായിരിക്കും. നമ്മുടെ പത്തനംതിട്ട ഭാഗങ്ങളിലും അല്ലെങ്കിൽ ആറന്മുള അങ്ങോട്ട് മേളിലോട്ടെല്ലാം നമ്മുടെ ഈ പള്ളിയോടങ്ങൾക്കായിരിക്കും പ്രസക്തി. അപ്പം പള്ളിയോടവും ഇതുമായിട്ടുള്ളൊരു വ്യത്യാസം, അല്ലെങ്കിൽ പള്ളിയോടവും ചുണ്ടൻവള്ളവും സാധാരണ ചുണ്ടൻവള്ളം തന്നെയാണ് പള്ളിയോടവും. പക്ഷേ പടിഞ്ഞാറൻ ചുണ്ടൻവള്ളങ്ങൾ ഏതാണ്ട് 18 ചുണ്ടൻവള്ളങ്ങളാണ് പടിഞ്ഞാറുള്ളത്. അതായത് നെഹ്റു ട്രോഫിക്ക് മത്സരിക്കുന്ന 18 ചുണ്ടൻവള്ളങ്ങളാണ്. എന്നാൽ ആറന്മുളയിൽ 52 പള്ളിയോടങ്ങളാണുള്ളത്. അതിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് പള്ളിയോടങ്ങൾ ആറന്മുളയിൽ ജലോത്സവത്തിൽ പങ്കെടുക്കുന്നതും മത്സരവള്ളങ്ങളിൽ പങ്കെടുക്കുന്നതും ആചാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചുണ്ടൻവള്ളങ്ങളിൽ നിന്നും വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇതും ചുണ്ടൻവള്ളമാണെങ്കിലും ഇതിൻ്റെ അമരവും കൂമ്പും ഉയർന്നു നിൽക്കും. അതുപോലെ ഇത് ജലപ്പരപ്പിൽ തിരിക്കാൻ കഴിയും. നമ്മൾക്ക് വിചാരിക്കുന്ന പോലെ ചവിട്ടി തിരിക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകത്തില്ല. വീതി കുറഞ്ഞ സ്ഥലത്ത് പോലും വേഗത്തിൽ വരുന്ന പള്ളിയോടം ചവിട്ടി തിരിക്കാൻ. പക്ഷേ നമ്മുടെ പടിഞ്ഞാറൻ വള്ളങ്ങൾ അത് സാധ്യമല്ല. അത് അങ്ങനെ സാധ്യമല്ല. കാരണം അമരവും കൂമ്പും എല്ലാം വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട്, താന്നു കിടക്കുന്നതുകൊണ്ട് അത് സാധ്യമല്ല. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവാറന്മുളയപ്പൻ്റെ സാന്നിധ്യം. അതായത് ഈ പള്ളിയോടങ്ങളിൽ തിരുവാറന്മുളയപ്പൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തിരുവാറന്മുളയപ്പൻ്റെ അതായത് ആറന്മുളയിലേക്കുള്ള നേദ്യവുമായിട്ട് കാട്ടൂരിൽ നിന്ന് പോയ ആ വള്ളത്തെ ആക്രമിച്ച സമയത്ത് അത് തടയാൻ വേണ്ടി കരക്കാര് സ്വമേധയാ ഉണ്ടാക്കിയതാണ് പള്ളിയോടങ്ങൾ. അവരെ സംരക്ഷിക്കാൻ 52 പള്ളിയോടങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ഓണം എല്ലാം കഴിഞ്ഞ് നമ്മൾ പള്ളിയോടം അത് ജൂലൈ മാസം 13-ാം തീയതി ആരംഭിച്ച വള്ളസദ്യയാണ് ആറന്മുള. അതായത് അന്നദാന പ്രിയനായിട്ടുള്ള ആറന്മുളേശന് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് വള്ളസദ്യ. അഭീഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഭക്തജനങ്ങൾ ഏതാണ്ട് 500ഓളം വള്ളസദ്യകളാണ് ഈ തവണ ഈ ഉത്സവ കാലഘട്ടത്തിൽ ഓണകാലഘട്ടത്തിൽ നടന്നത്. അപ്പോൾ ഇതിനകത്ത് ജൂലൈ 13 മുതൽ ഒക്ടോബർ 2 വരെ, ഈ കഴിഞ്ഞ ഒക്ടോബർ 2 വരെയുള്ള 2.5 മാസം നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിരവധി ഭക്തജനങ്ങൾ അവിടെ വഴിപാടായിട്ട് വള്ളസദ്യ. ഇതിന് ആചാരമാണ്, ഇത് വിശ്വാസമാണ്, അല്ലാതെ ഒരു കായിക വിനോദമല്ല. ജാതി മതം ഒന്നുമില്ല. എല്ലാവരും ചേർന്നാണ് ഈ പള്ളിയോടങ്ങൾ ആറന്മുളയിൽ പോകുന്നതും മറ്റു മത്സര വള്ളങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നത് എല്ലാവരും. അതിനകത്ത് കൂലിയില്ല, ക്ലബില്ല, അങ്ങനെയൊന്നും സംഭവമില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളതിന് മോശമെന്നല്ല പറയുക, ക്ലബ്ബുകൾ മോശം. മത്സരങ്ങളിൽ ഈ പടിഞ്ഞാറൻ ഒരു ശൈലി ഇവിടെയൊക്കെ അവലംബിക്കപ്പെട്ടിട്ടുണ്ടോ? കുറച്ചൊക്കെ വരുന്നുണ്ട്. അത് നീക്കാൻ പള്ളിയോട സേവാ സംഘം, അതായത് ആറന്മുള ഈ 52 വള്ളങ്ങളുടെ ഒരു സംഘടന, പള്ളിയോടങ്ങളുടെ സംഘടനയാണ് തിരുവാറന്മുള പള്ളിയോട സേവാ സംഘം. പള്ളിയോട സേവാ സംഘം ആത്മാർത്ഥമായിട്ട് അങ്ങനെ, അത് ആറന്മുള ഒരു ശൈലിയുണ്ട്, ആറന്മുള തുഴയുന്ന ഒരു ശൈലിയുണ്ട്. അതിന് വേഷങ്ങൾ നമ്മളിപ്പോൾ മറ്റുള്ള വള്ളങ്ങളിലൊക്കെ കയറുന്ന കൂട്ടുള്ള വേഷമൊന്നും നമ്മൾ ധരിക്കാറില്ല. ഇവിടെ തലയെക്കെട്ടും വെള്ളമുണ്ടും അതൊരു ആചാരത്തിന്റെ ഭാഗമായിട്ട് ഈ പള്ളിയോടത്തിൽ കയറുന്നവർ എന്ത് ധരിക്കണമെന്ന് കൃത്യമായ ധാരണ എല്ലാവർക്കും ഉണ്ട്. അതിൽ നിന്നൊന്നും ആരും മാറാറില്ല. ആരും നിർബന്ധിച്ചിട്ടല്ല അതൊന്നും ചെയ്യുന്നത്, കരക്കാരുടെ സ്വന്തം താല്പര്യം. പള്ളിയോടപ്പുരയിലേക്ക് പള്ളിയോടം കയറ്റുന്നതിനായിട്ട് ഈ നിരത്തിയിട്ടിരിക്കുന്ന മടലുകളിലൂടെയാണ് കേട്ടോ നമ്മൾ ഈ വള്ളം വലിച്ചു കയറ്റുന്നത്. തടിക്ക് കേടുപാടുകളൊന്നും ഇല്ലാതെ തന്നെ വള്ളപ്പുരയിലേക്ക് കയറ്റാൻ വേണ്ടിയാണ് ഈ മടലുകൾ ഇങ്ങനെ നിരത്തിയിടുന്നത്. കണ്ടോ, വള്ളം ഈ മുമ്പോട്ട് വരുന്നതിനനുസരിച്ച് മടലുകൾ മുമ്പോട്ട് കയറ്റിയിടും.
വള്ളപ്പുരയിലേക്ക് വള്ളം കയറി വരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതാ ഒരുപാട് പേരുടെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലവും ഒരു സ്നേഹത്തിൻ്റെ ഫലവും ഒക്കെ ആയിട്ടാണ് ഇതാ വള്ളം ഇങ്ങോട്ട് കയറി വരുന്നത്. വള്ളപ്പുരയിലേക്ക് കയറി വരുന്ന കാഴ്ച കണ്ടോ, ഇയത്താരോ അയ്യയ്യോ എന്നുള്ളൊരു താളത്തിലാണ് കണ്ടോ വള്ളപ്പുരയിലേക്ക് കയറി വരുന്നത്. വള്ളത്തിലേക്ക് കയറി വരുമ്പോൾ ആ ആളുകളുടെ ഒരു സന്തോഷം അതിനൊപ്പം തന്നെ കാണാം. കണ്ടോ ആ താളം വിളി മുറുകുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിലും വള്ളം കയറി വരുന്നതിനനുസരിച്ച് വള്ളത്തിൻ്റെ പുറകു വശത്തുള്ള മടലുകൾ മുൻവശത്തേക്ക് മാറ്റിയിടുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കണ്ടോ, അപ്പോൾ എല്ലാവരും ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ വള്ളവും വള്ളസദ്യയും ഇതുപോലെയുള്ള ഉത്സവങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഒരു കൂട്ടായ ഭാഗത്തിൻ്റെ. ആറന്മുള പള്ളിയോടങ്ങൾ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നിബിഡമാണ്. 52 കരകളിലായിട്ട് പമ്പയുടെ തീരത്തുള്ള ഈ കരകൾ ഒരു കൂട്ടായ്മയുടെ പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ മാനവരാശിയുടെ ഐക്യവും അഖണ്ഡതയും കൂട്ടി യോജിപ്പിക്കുന്ന വലിയൊരു സമരസപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഈ കരകളിൽ കാണുന്നത്. തീർച്ചയായും ഇത് ജാതിയില്ല, വർണ്ണമില്ല, വർഗമില്ല, എല്ലാത്തിലുപരിയായി കെട്ടുകാഴ്ച പോലെ ചെട്ടുകുളങ്ങരയ്ക്ക് എങ്ങനെ കെട്ടുകാഴ്ച, അതുപോലെ തന്നെയാണ് ആറന്മുളയുടെ തീരത്ത് ഈ 52 പള്ളിയോടങ്ങൾ. ഇതിനിയും ഒരു വർഷം ഈ ഏതാണ്ട് 82 ദിവസമായി ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള പള്ളിയോടങ്ങൾ വള്ളസദ്യയിലും അതുപോലെ ഉത്രട്ടാതി ജലമേളയിലും തിരുവോണത്തോണിയിലും ഒക്കെ ആകുമ്പടി സേവിച്ചതിന് ശേഷം ഇപ്പോൾ ഇനിയും ഏതാണ്ടൊരു 8 മാസത്തോളം 10 മാസത്തോളം ഇത് കരകളിൽ ഇനിയും അതാത് കരകളിൽ മാലിപ്പുരയിൽ വിശ്രമിക്കുകയാണ്. ഈ വിശ്രമത്തിന് ശേഷം അടുത്ത 2026 ഈ പള്ളിയോടങ്ങൾ വീണ്ടും പമ്പയാറ്റിലേക്ക് നീരണിയാൻ ഇറങ്ങുന്നത്. ഇതൊരു ആവേശമാണ്, ഇതൊരു കൂട്ടായ്മ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ കാണുന്നതാണ് ഏറ്റവും വലിയൊരു കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലെ മാൻകരത്തിൽ മനുഷ്യന്റെ കരുത്തിൽ ഇന്ന് ആധുനിക സജ്ജീകരണങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും ഇന്നും വർഷങ്ങളായി നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന ആ മനുഷ്യന്റെ കൈക്കരുത്തിലാണ് ഈ പള്ളിയോടങ്ങൾ ആറ്റിൽ നിന്നും കരയിലേക്ക് മാലിപ്പുരയിലേക്ക് വിശ്രമത്തിനായി കയറ്റുന്നത്. ഇത് നടത്തുന്ന ഏറ്റവും വലിയൊരു ഭംഗിയായ കാഴ്ചയാണ്. ഈ കൂട്ടായ്മയാണ് കരയെ ഒരുമിപ്പിക്കുന്നത്. ഈ കൂട്ടായ്മയാണ് ഏതാണ്ട് 52 കര പത്തനംതിട്ടയിലും ആലപ്പുഴയിലും വ്യാപിച്ചു കിടക്കുന്ന 52 കരകളിലെ ഈ കൂട്ടായ്മ ഇത് ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ്. ഒക്ടോബർ 2 എല്ലാ ചടങ്ങുകളും തീർന്ന് ഇന്ന് 5-ാം തീയതി കൂടി എല്ലാ പള്ളിയോടങ്ങളും പമ്പയിൽ നിന്നും അടുത്തൊരു വർഷത്തെ വിശ്രമത്തിനായി മാലിപ്പുരയിലേക്ക് കയറുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതാണ് സന്തോഷം തരുന്നത്. അതാണ് നമ്മൾക്ക് ഏറ്റവും വലിയ നമുക്ക് സന്തോഷം തരുന്ന ഒരു നിമിഷം. ഈ കൂട്ടായ്മയിൽ പങ്കുചേരുവാനും ഇത് കാണുവാനും അടുത്ത വർഷത്തേക്ക് നിങ്ങളെല്ലാവരെയും ഈ കരയിലേക്ക് ആറന്മുളയിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. മുതവഴിക്കരയിൽ നിന്നും ബി കൃഷ്ണകുമാർ, പള്ളിയോട പ്രതിനിധി. എല്ലാവർക്കും നമസ്കാരം. നിന്നെ വിശ്വസിച്ചിടുന്നു ഞങ്ങൾ, നിന്നെ വിശ്വസിച്ചിടുന്നു ഞങ്ങൾ, വിശ്വനാഥനായ നിന്നെ വിശ്വ